മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയിൽ ഇഷ്ടം പോലെ നമുക്ക് വന്യമൃഗങ്ങളെ കാണാൻ കഴിയും. ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുണ്ടൽപേട്ടിൽ നിന്നാണ്. ഒരു 6 മണിക്കാണ് ഞാൻ ഗുണ്ടൽപേട്ടിൽ നിന്നും യാത്ര ആരംഭിച്ചത്. നല്ല റോഡായിരുന്നു. അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലും സൂര്യകാന്തി പാടങ്ങളും നിറച്ച് പൂത്തു നിൽക്കുന്നത് കാണാം. സൂര്യകാന്തി പാടത്തിൻ്റെ സൈഡിലെ ഈ വലിയ മരങ്ങളിലൊക്കെ നിറച്ച് തത്തകളാണ്. അതിനെ പക്ഷേ എൻ്റെ ക്യാമറയിൽ കിട്ടിയില്ല. ഈ റോഡ് സൈഡിൽ മയിലുകൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും നമ്മൾ ക്യാമറ ഫോക്കസ് ചെയ്യുമ്പോൾ മയിലുകൾ പെട്ടെന്ന് തന്നെ ഓടിപ്പോകും. എന്നാൽ ഇയാളെ എനിക്ക് കിട്ടി. മയിലിൻ്റെ തൊട്ടടുത്ത ഈ മരത്തിൽ വേറൊരാളുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് അവൻ, വേഴാമ്പൽ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വനത്തിലേക്ക് പ്രവേശിച്ചു. വനത്തിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ വെൽക്കം ചെയ്തത് ഹനുമാൻ ലങ്കൂറാണ്. ഹനുമാൻ ലങ്കൂറിനെ കൂടാതെ ഇവിടെ മാനുകളും ഒക്കെ ഉണ്ട്. എന്നാൽ ഈ സൈഡിലായി ഒരു ആന നിൽക്കുന്നുണ്ട്. അവൻ ഇത്രയും വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരു കൂസലുമില്ലാതെ അവൻ്റെ രാവിലത്തെ ഭക്ഷണം അവൻ അകത്താക്കുകയാണ്. ഇവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വേറൊരു ആളെ എനിക്ക് കിട്ടി. ഈനാമ്പേച്ചിയുടെ വാലും കീരിയുടെ ഫേസ് കട്ടുമുള്ള ഒരു മൃഗമാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് കാണുന്നത് എലഫൻറ്റ് ക്യാമ്പാണ്. അത് കഴിഞ്ഞാലും മാനുകൾ ഇഷ്ടം പോലെയാണ് ഇപ്പോൾ ഈ കാട്ടിലുള്ളത്. അതുപോലെ തന്നെ റോഡിലും ഒക്കെ മാനുകളെയും ഇതുപോലെ ഹനുമാൻ കുരങ്ങിനെയും ഒക്കെ കാണാൻ കഴിയും. ഈ റോഡുകളിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ബമ്പുകൾ കൊടുത്തിട്ടുണ്ട്. വളരെ പതുക്കെ ശ്രദ്ധിച്ചു പോകേണ്ടതാണ് ഇവിടെ. വളരെ മനോഹരമായ റോഡുകളാണ്. എന്നാലും ശ്രദ്ധിച്ചു പോകണം. ഏതെങ്കിലും തരത്തിൽ മൃഗങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് വലിയ കേസായി മാറും.